ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളെ കണ്ടന്റിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും മറ്റു കാര്യങ്ങളും ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിൻ്റെ പേരും ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. ഇറാൻ അറ്റാക്ക് അല്ലേ, 2026 തുടക്കം മുതൽ ലോകമാകെ സങ്കടത്തോടുകൂടി അല്ലെങ്കിൽ ലോകമാകെ ആശങ്കയോടുകൂടി കണ്ട ആ സംഭവം നടന്നിരിക്കുന്നു. ഈ പറയപ്പെടുന്ന ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. എണ്ണം പറഞ്ഞ 2 ഓപ്പറേഷനുകൾ, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പറയപ്പെടുന്ന 2 ഓപ്പറേഷനുകളാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാൻ നടത്തിയിട്ടുള്ളത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയപ്പെടുന്ന ഇറാന്റെ ഭരണാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമനേയുടെ തലയെടുത്താൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരെന്താണോ പറഞ്ഞത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു, അല്ല അയാളെ കൊന്നു തള്ളിയിരിക്കുന്നു. ആ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇറാൻ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് അല്ലെങ്കിൽ US ക്യാമ്പിലേക്ക് വലിയ തോതിലുള്ള മിസൈൽ വർഷങ്ങൾ വർഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ ഇറാനിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് നടന്ന ആഭ്യന്തര കലാപത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ഈ പറയപ്പെടുന്ന ചാനലിൽ തന്നെ ഇറാൻ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, അതും കൂടി കണ്ടിട്ട് വരിക. നോക്കാം നമുക്ക്. US ഇസ്രായേൽ സ്ട്രൈക്ക് ഇറാൻ എന്ന് പറയുന്ന ആ ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കണേ, നിങ്ങൾ ആദ്യം നമ്മൾ ഇറാനെ പറ്റി പഠിക്കണം. ഇറാന്റെ ജോഗ്രഫി എന്തെന്ന് അറിയണം. നോക്കണേ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പശ്ചിമ ഏഷ്യൻ രാജ്യമാണ് അല്ലേ. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പശ്ചിമ ഏഷ്യൻ രാജ്യമാണ് ഇറാൻ, അഥവാ വെസ്റ്റേൺ ഏഷ്യൻ കൺട്രിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാന്റെ ക്യാപിറ്റൽ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്, അത് ടെഹ്റാൻ ആണ്. അവിടുത്തെ ഔദ്യോഗിക ഭാഷ അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് പേർഷ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം പണ്ട് മുതലേ അറിയപ്പെടുന്നത് പേർഷ്യ എന്ന പേരിലും ഈ രാജ്യം അറിയപ്പെട്ടിരുന്നു. നിങ്ങൾ ഇറാന്റെ പൊളിറ്റിക്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1979 വരെ ഇറാൻ ഭരിച്ചിരുന്നത് ഒരു ഷാ ഭരണകൂടമാണ്. ഷാ ഭരണകൂടം. ആ ഷാ ഭരണകൂടത്തെ 1979 ഒരു ഇസ്ലാമിക വിപ്ലവം, ഒരു ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അട്ടിമറിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അട്ടിമറിച്ചുകൊണ്ട് ഇറാന്റെ ആദ്യ സുപ്രീം ലീഡറായിട്ട് മാറുന്നു റൊഹല്ല ഖൊമനേയി. ആരാണ്? ഇറാന്റെ ആദ്യ സുപ്രീം ലീഡറായിട്ട് 1979 ഈ പറയുന്ന റൊഹല്ല ഖൊമേനി അധികാരം ഏറ്റെടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1989 റൊഹല്ല ഖമനയുടെ മരണത്തെ തുടർന്നാണ് അയത്തുള്ള അലി ഖമനേയി അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ മരണപ്പെട്ട അയത്തുള്ള അലി ഖമനേയി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇറാന്റെ 2ാമത്തെ പരമാധികാരിയാണ്, സെക്കൻഡ് സുപ്രീം ലീഡറാണ്. ഓക്കെ, ഈ പറയുന്ന റൊഹല്ല ഖമനയുടെ കടുത്ത അനുയായിയായിരുന്നു അയത്തുള്ള അലി ഖമനേയും. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഇറാനിൽ ഈ പറയുന്ന കലാപം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക വിപ്ലവം നയിച്ചുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഇറാനിൽ അധികാരത്തിലേക്ക് വരുന്നത്. ആദ്യ 10 കൊല്ലം അദ്ദേഹം മരണം വരെ റൊഹല്ല ഖമനേയി ഇറാന്റെ പരമാധികാരിയായി മാറുന്നു. ആ സമയത്ത് 1981 മുതൽ 1989 വരെ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി. 1989 റൊഹല്ല ഖമനേയുടെ മരണത്തെ തുടർന്ന് ഈ പറയപ്പെടുന്ന ഇറാന്റെ പരമാധികാരിയായി 2ാമത്തെ പരമാധികാരിയായി അയത്തുള്ള അലി ഖമനേയി അധികാരം ഏറ്റെടുക്കുന്നു. അവിടെ ഇറാനിൽ ശരിക്കും പറഞ്ഞ പ്രസിഡന്റും വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ടെങ്കിലും പരമാധികാരി ആരാണ്? ഈ പറയപ്പെടുന്ന അയത്തുള്ള അലി ഖമനേയി ആണ്. സുപ്രീം ലീഡറാണ്, ആയിരിക്കും അവിടുത്തെ പരമാധികാരി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് ബാക്കി അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ വരിക. ഓക്കെ അല്ലേ? ഫൈനൽ ഡിസിഷൻ ആര് തന്നെ ആയിരിക്കും? ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന സുപ്രീം ലീഡർ ആരാണോ അയാൾ ആയിരിക്കും. ഇപ്പോ മരണപ്പെട്ടത് അയത്തുള്ള അലി ഖമനേയി ആണ്. കഴിഞ്ഞ 36 വർഷങ്ങളായി
36 വർഷവും അതുപോലെ തന്നെ 6 മാസക്കാലമായി ഇറാന്റെ സുപ്രീം ലീഡർ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ നിലവിലത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മസൂദ് പെഷഷ്കിയാനും ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് റസ അരീഫുമാണ്. ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ഇന്നും ഇന്നലെയല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയിയുമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ ആര് തയ്യാറല്ല? ഈ പറഞ്ഞ അയത്തുള്ള അലി ഖമനേയി തയ്യാറല്ല. 1979 മുതൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ കിങ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ എന്താ പറയാ മേൽക്കൈ ആർക്കാണ്? ഇറാനാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മേൽക്കൈ എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ഈ പറയപ്പെടുന്ന ഇസ്രായേലിനെ ഒരു രാജ്യമായി പോലും അംഗീകരിക്കുന്നില്ല. അത് മാത്രമല്ല, ഇറാൻ പരസ്യമായി അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അയത്തുള്ള അലി ഖമനേയി സ്വീകരിച്ചിരുന്നത്. പണ്ട് മുതലേ ഇറാൻ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരടാണെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോ പലപ്പോഴായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബലിസ്റ്റിക് മിസൈലുകളാൽ സമ്പന്നമായ രാജ്യമാണ്. ബലിസ്റ്റിക് മിസൈലുകളാൽ സമ്പന്നമായ രാജ്യമാണ് ഈ പറയുന്ന ഇറാൻ. അത് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇറാൻ ഒരു ആണവ ശക്തിയായി ഉയരുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ ഒരു വലിയൊരു ആണവ ശക്തിയായി മാറുന്നതും ആർക്ക് സഹിക്കാൻ കഴിയുന്നില്ല? ഈ പറയുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് ആത്യന്തികമായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എതിർപ്പ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചേക്കുക. ഇനി നോക്കണേ നിങ്ങൾ, ഈ കാണുന്ന മനുഷ്യനാണ് ആദ്യ സുപ്രീം ലീഡർ ആയിട്ടുള്ള റുബല്ല ഹുസൈനി എന്ന് പറയപ്പെടുന്ന റൊഹല്ല ഖൊമനേയി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, ദ ഫസ്റ്റ് സുപ്രീം ലീഡർ. ദെൻ അയത്തുള്ള അലി ഖമനേയി, ഇപ്പോൾ മരണപ്പെട്ട നിലവിലെ കഴിഞ്ഞ 36 വർഷക്കാലമായിട്ട് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അയത്തുള്ള അലി ഖമനേയിയാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് റൊഹല്ല ഖൊമനേയി, ദ ഫസ്റ്റ് സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. ദെൻ നോക്കണേ, അയത്തുള്ള അലി ഖമനേയി രണ്ടാമത്തെ സുപ്രീം ലീഡറാണ്, പരമാധികാരിയാണ്. 1981 മുതൽ 89 വരെ അലി ഖമനേയി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു. നീണ്ട 36 വർഷവും 6 മാസം നീണ്ടുന്ന അലി ഭരണകൂടം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. 1989 മുതൽ തുടങ്ങിയ അയത്തുള്ള അലി ഭരണകൂടത്തിന്റെ പതനമാണ് ഇതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. നോക്കണേ നിങ്ങൾ, ദിസ് ഈസ് ദ മാൻ, അയത്തുള്ള അലി ഖമനേയി. ദെൻ ഇറാനില് ഈ പറയപ്പെടുന്ന അമേരിക്ക നടത്തിയ ആ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നും, ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നുമാണ്. ഇനി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു. നമുക്ക് എല്ലാവർക്കും അറിയാം ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നിലവിലുള്ള പൊളിറ്റിക്കൽ, താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് കൂടിയാണ് ലിക്വിഡ് പാർട്ടി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഇനി UK പറ്റി പറയാൻ കാരണം, നമ്മൾ ഇന്നലെ കണ്ട വാർത്തയാണ്. ആദ്യം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ആക്രമിക്കുക. ആദ്യം ഇസ്രായേൽ അടിക്കുന്നു, ഉടനെ തന്നെ അമേരിക്ക അടിക്കുന്നു. കുറച്ച് ശേഷം നമ്മൾ കണ്ട വാർത്ത UK ജോയിൻസ് ദ പാർട്ടി. ബ്രിട്ടൻ ഈ പറയുന്ന വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ബ്രിട്ടൻ ഈ പറയുന്ന അക്രമങ്ങൾക്ക് അമേരിക്കയോടും ഇസ്രായേലിനോടൊപ്പം കൂടിച്ചേർന്നിരിക്കുന്ന എന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നോക്കണം, അപ്പൊ യുകെയും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു. നോക്കണേ, യുകെയുടെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടിക്കാരനാണ് കീർ സ്റ്റാർമർ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇതാണ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു. ഇത് ട്രംപിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു മടുത്ത മനുഷ്യനാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് പ്രധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. നമുക്കറിയാം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ബൈ അമേരിക്ക ആൻഡ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ ബൈ ഇസ്രായേൽ. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രിട്ടീഷ് പ്ലെയിൻസ് ആർ ഇൻ ദ സ്കൈ, UK ജോയിൻസ് US ആൻഡ് ഇസ്രായേൽ അഗെയിൻസ്റ്റ് ഇറാൻ എന്ന വാർത്ത ഔദ്യോഗികമായി കീർ സ്റ്റാർമർ തന്നെ എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഇനി
ഇറാൻ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. ഇറാൻ വലിയ തോതിലുള്ള പ്രതിരോധം തീർത്തു ഇല്ലേ? ഇറാൻ എന്ന് പറയുന്ന രാജ്യം തിരിച്ചടിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത അടിയാണ് തിരിച്ചടിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലെ ഗൾഫ് മേഖലയിലെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ നേവൽ ബേസുകളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ പോകുന്നു. അങ്ങനെ ഇന്നലെ ലോകരാഷ്ട്രങ്ങൾ ഞെട്ടിത്തെറിച്ച ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം എന്ന് പറയേണ്ടി വരും. ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം പിഞ്ചു കുഞ്ഞുങ്ങൾ, പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് ബോംബ് വർഷിച്ചിരിക്കുന്നു. 150-ൽ പരം പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഈ പറയുന്ന ഇവർ കാണിക്കുന്ന നെറുകേടിന് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നാണ് ലോകരാഷ്ട്രങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കണേ നിങ്ങൾ, ഇത് കഴിഞ്ഞ ജൂൺ മാസം തന്നെ ഈ ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണല്ലേ. കഴിഞ്ഞ ജൂൺ മാസം 2025 ജൂൺ മാസം വളരെ കൃത്യമായിട്ട് ഇറാനും അതുപോലെ ഇസ്രായേലും അമേരിക്കയും പോർ വിളിക്കും നമ്മൾ കണ്ടു. ആദ്യം ഇസ്രായേൽ ആക്രമിക്കുന്ന ഇറാനെ 12 ദിവസം, വെറും 12 ദിവസം നീണ്ടുന്ന ആ യുദ്ധം. ആ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തി. അന്ന് അവരിട്ട പേരാണ് ഇതിന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇന്ന് വിളിച്ച പേര് റോറിംഗ് ലയൺ ആണെങ്കിൽ അന്ന് വിളിച്ചത് റൈസിംഗ് ലയൺ എന്നാ. അപ്പൊ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ 2025 ജൂൺ മാസം ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇനി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഒരു കാര്യമില്ല അമേരിക്ക ഇടപെടേണ്ടത്. കാരണം ഇവർ ചങ്സ് ആണ്, അമേരിക്കയും ഇസ്രായേലും ചങ്സ് ആണ്. അപ്പോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് അമേരിക്ക ഇറാനിൽ ഒരു ബോംബിംഗ് ഓപ്പറേഷൻ നടത്തി. അതിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇപ്പൊ വിളിച്ചതോ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. നോക്കണേ, ഇനി ആണവ കേന്ദ്രങ്ങൾ തിരിച്ചടിക്കുന്നു. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബാഷറത്ത് അൽഫത്ത് എന്നോ അല്ല നമുക്ക് അവനെ വിളിക്കാം ഓപ്പറേഷൻ ബാഷറത്ത് ഫത്തേഹ് എന്നാണ് ഇറാൻ ആ ഓപ്പറേഷൻ നൽകിയ പേര്. ദെൻ യെസ്, നമ്മളെല്ലാം പ്രതീക്ഷ പോലെ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരിയായ അയത്തുള്ള അലി ഖമനേയി മരണപ്പെട്ടിരിക്കുന്നു. ആ പദവിയിലേക്ക് പുതിയൊരാൾ വരുന്നു എന്നാണ് ഇന്ന് ഞാൻ ഈ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കിട്ടുന്ന വാർത്ത. ഇറാന്റെ സുപ്രീം ലീഡറായിട്ട് പുതിയൊരാൾ വരുന്നു, മുജ്തബ ഖമനേയി. ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖമനേയി പുതിയ ഇറാന്റെ സുപ്രീം ലീഡറായിട്ട് അധികാരമേൽക്കുന്നു. അദ്ദേഹം അധികാരമേറ്റെടുത്തോളം പറഞ്ഞത് ശക്തമായ തിരിച്ചടി പ്രതീക്ഷിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി, ഇറാന്റെ സൈനിക മേധാവി മരണപ്പെട്ടിരിക്കുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രി മരണപ്പെട്ടിരിക്കുന്നു, അയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരവും അദ്ദേഹത്തിന്റെ മകളടക്കം മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുവരെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് യുദ്ധം നടന്നാലും, ഏത് യുദ്ധം തന്നെ നടന്നോട്ടെ, ഏത് യുദ്ധം നടന്നാലും അവിടെ അവശേഷിക്കുന്നത് കണ്ണീര് മാത്രമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനോടും ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് പറയാൻ 1000 കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷേ ആ മരണപ്പെട്ടു പോയ 150-ൽ പരം പിഞ്ചു കുഞ്ഞുങ്ങൾ അവര് എന്തുകൊണ്ട് തങ്ങൾ മരണപ്പെട്ടു എന്ന് പോലും അറിയാതെ മരണപ്പെട്ട ആ കുടുംബങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷന്റെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.